സ്വാഗതം ഇന്ത്യ സ്കാനിലേക്ക്. ഭാരത് ജോഡോ ന്യായ് യാത്രയിൽ BJPക്കാർക്ക് വരെ ഫ്ലൈയിങ് കിസ് നൽകിക്കൊണ്ടായിരുന്നു രാഹുൽ ഗാന്ധിയുടെ യാത്ര. ആക്രമിക്കാൻ വന്നവർക്കിടയിലേക്ക് ഇറങ്ങി നടന്നുള്ള ഷോയും അതിനിടയിലുണ്ടായി. തിരഞ്ഞെടുപ്പെന്ന് കഴിഞ്ഞോട്ടെ, ജയിലിലിട്ടേക്കാം തന്നെ എന്നാണ് അസം മുഖ്യമന്ത്രി രാഹുലിനെ ഇപ്പോൾ വിരട്ടുന്നത്. സംഗതി മുഹബത്ത് കി ദുഃഖാനൊക്കെ ആണെങ്കിലും മമത ഇന്ത്യ മുന്നണിയുമായി ഒത്തുപോവില്ലെന്നും പറഞ്ഞ് സ്വന്തം വഴി നോക്കി പോയിരിക്കുകയാണ്. സീറ്റ് വിഭജന ചർച്ച പുരോഗമിക്കുന്നുണ്ട് എന്നും മമതയുമായി നല്ലൊരു ഡീലിൽ എത്തിയിട്ടുണ്ടെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞ് നാക്കെടുത്തില്ല. അപ്പോഴേക്കും മമത പടിയിറങ്ങി. ന്യായ് യാത്ര ബംഗാളിലൂടെ പോകുമ്പോൾ തന്നോടൊരു വാക്ക് പറഞ്ഞുകൂടെ എന്ന് മമതയ്ക്ക് സങ്കടമുണ്ട്. ഒരു ടീമായി മത്സരിക്കേണ്ടവരാണെന്ന് മറന്ന് ബംഗാളിലെ കോൺഗ്രസ് നേതാവ് മമതയ്ക്കെതിരെ നടത്തിയ പ്രസ്താവനകളും അവരെ ചൊടിപ്പിച്ചിട്ടുണ്ട്. ദേശീയ തലത്തിൽ എന്ത് മുന്നണി വന്നിട്ടും സംസ്ഥാനത്ത് തനിക്ക് കാര്യമില്ലല്ലോ എന്ന് അധീർ രഞ്ജന് തോന്നിക്കാണണം. കോൺഗ്രസിന്റെ കാരുണ്യത്തിലാണ് ഭരിക്കുന്നത് എന്ന് ഓർക്കണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഇടയ്ക്കിടെയുള്ള ഓർമ്മപ്പെടുത്തൽ. അതോടൊപ്പം കഴിഞ്ഞ കൊല്ലം ജയിച്ച 2 ലോക്സഭാ സീറ്റേ തരാനാവൂ എന്ന വാശിയും മമത കോൺഗ്രസിനോട് കാണിച്ചിട്ടുണ്ട്. കോൺഗ്രസ് ആവട്ടെ 10-12 സീറ്റെങ്കിലും കിട്ടിയേ പറ്റൂ എന്ന വാശിയിലുമാണ്. അതേസമയം അഴിമതി കേസിൽ നേതാക്കൾ ജയിലിലാകുമോ എന്ന പേടി കാരണമാണ് മമത പുതിയ നിലപാടിലെത്തിയത് എന്നും സംസാരമുണ്ട്. ഹൈദരാബാദിലെ 3 മുറിയുള്ള വീട്ടിലാണ് ബിസ്മില്ല ബീവിയുടെ താമസം. റിക്ഷാ ജോലി എടുത്തിരുന്ന ഭർത്താവിന്റെ മരണശേഷം കഷ്ടപ്പെട്ടാണ് അവരുടെ ജീവിതം. പക്ഷെ തെലങ്കാന സർക്കാരിന്റെ ഡിജിറ്റൽ രേഖ അനുസരിച്ച് ബിസ്മില്ല ബീവിയുടെ ഭർത്താവിന് 2021 സ്വന്തമായി ഒരു കാർ ഉണ്ടായിരുന്നു അത്രേ. ഇതുവഴി ഇവർക്ക് നഷ്ടമായത് ഭക്ഷ്യ സബ്സിഡിയും മറ്റ് ആനുകൂല്യങ്ങളുമാണ്. കോവിഡ് നാടിനെ പിടിച്ചുകുലുക്കുന്ന സന്ദർഭത്തിൽ തന്നെയായിരുന്നു ബീവിയുടെ ഭർത്താവിന്റെ ക്യാൻസർ രോഗം മൂർജിച്ചത്. അപ്പോഴൊക്കെയും തന്റെ ഭർത്താവിന് കാറില്ലായിരുന്നുവെന്ന് കാണിക്കാൻ സർക്കാർ ഓഫീസുകൾ കയറി ഇറങ്ങുകയായിരുന്നു അവർ. സെൻസസ് രേഖകളിൽ ബീവിയുടെ കുടുംബം ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയാണ്. അതുകൊണ്ട് തന്നെ 1 രൂപയ്ക്ക് അരിയും മറ്റ് ക്ഷേമ പദ്ധതികളും അവർക്ക് കിട്ടിയിരുന്നു. പക്ഷേ സർക്കാർ സംവിധാനങ്ങൾ ഡിജിറ്റലാവുകയും സമഗ്രവേദിക എന്നൊരു അൽഗരിതത്തിലൂടെ കാര്യങ്ങൾ നടപ്പിലാക്കുകയും ചെയ്തതോടെ ഇവരുടെ കാര്യം കഷ്ടത്തിലായി. ബീവിയുടെ ഭർത്താവിന്റെ പേര് പോലും ഈ സംവിധാനം മാറ്റിക്കളഞ്ഞു. അതോടെ അവർ കാറുടമയായ ഒരാളുടെ ഭാര്യയായി മാറി. സർക്കാർ ഏജൻസികളാവട്ടെ ഡിജിറ്റൽ സംവിധാനത്തെ മാത്രമേ മുഖവിലക്കെടുക്കുന്നുള്ളൂ. ഇത്തരത്തിൽ രേഖയിൽ നിന്നും പുറത്താക്കപ്പെട്ട ആയിരങ്ങളാണ് തെലങ്കാനയിലുള്ളത്. സുപ്രീം കോടതി വരെ എത്തിയിരിക്കുകയാണ് തെലങ്കാനയിലെ ഈ അൽഗരിത പ്രതിസന്ധി. ഇപ്പോൾ മഴയില്ലാത്ത കാരണം ഇക്കൊല്ലത്തെ വിളവെടുപ്പിൽ ആശങ്കയിലാണ് കർഷകർ. മഴയും മഞ്ഞുമില്ലെന്നത് ഉത്തരേന്ത്യൻ മേഖലയെ ആകെ പ്രതിസന്ധിയിലാക്കും എന്നുറപ്പ്. ഡൽഹി, പഞ്ചാബ്, ഹരിയാന, ചണ്ഡീഗഡ് തുടങ്ങി കശ്മീർ വരെ എവിടെയും ജനുവരിയിൽ മഴയുണ്ടായിട്ടില്ല. ഉത്തരാഖണ്ഡിലും ഹിമാചൽ പ്രദേശിലും 99% കുറവാണ് ഇത്തവണ മഴയുടെ കാര്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മഞ്ഞില്ലാത്തത് ആപ്പിൾ കർഷകരെ ദുരിതത്തിലേക്ക് നയിക്കുമെന്നാണ് കശ്മീരിൽ നിന്നുള്ള വാർത്തകൾ സൂചിപ്പിക്കുന്നത്. ഡിസംബറിലും ജനുവരിയിലുമായി ചുരുങ്ങിയത് 7 തവണയെങ്കിലും ഉഷ്ണമേഖലാ കൊടുങ്കാറ്റ് ഉണ്ടാവാറുണ്ടെങ്കിലും ഇത്തവണ അതൊന്നും ഉണ്ടായിട്ടില്ല. 2022 ഒക്ടോബർ മാസം ഗുജറാത്തിൽ നിന്ന് വന്ന ഒരു വീഡിയോ ആരും മറക്കാനിടയില്ല. മുസ്ലിം ചെറുപ്പക്കാരെ പോലീസ് ഒരു പോസ്റ്റിൽ കെട്ടിയിട്ട് മർദ്ദിക്കുന്ന ചിത്രം. ചുറ്റും കാഴ്ചക്കാരെ നിർത്തി ശിക്ഷാ നടപടി സ്വീകരിക്കുന്ന പോലെയായിരുന്നു പോലീസിന്റെ മർദ്ദനം. പക്ഷേ വീഡിയോ വൈറലായതോടെ സംഗതി കൈവിട്ടുപോയി. അറസ്റ്റ് ചെയ്യുമ്പോൾ പോലീസ് പാലിച്ചിരിക്കേണ്ട മര്യാദകളെക്കുറിച്ച് DK ബസുവിന്റെ കേസിൽ കോടതി നൽകിയിരുന്ന നിർദ്ദേശങ്ങളുടെ നഗ്നമായ ലംഘനമായി ഇത് വിലയിരുത്തപ്പെട്ടു. കൃത്യത്തിൽ ഉൾപ്പെട്ട 4 പോലീസുകാരെയും 14 ദിവസത്തെ തടവിന് ഗുജറാത്ത് ഹൈക്കോടതി ശിക്ഷിച്ചു. പ്രതികൾ അപ്പീലുമായി സുപ്രീം കോടതിയിലെത്തി. അപ്പീൽ ഫയലിൽ സ്വീകരിച്ചുവെങ്കിലും കോടതി നിശിതമായി തന്നെ ഉദ്യോഗസ്ഥരെ വിമർശിച്ചു. നിങ്ങൾ കസ്റ്റഡി ആസ്വദിക്കൂ, നിങ്ങളുടെ സ്വന്തം ഉദ്യോഗസ്ഥരുടെ അതിഥികളായിരിക്കും നിങ്ങൾ, അവർ നിങ്ങൾക്ക് പ്രത്യേക ചികിത്സ നൽകും. ഇങ്ങനെയായിരുന്നു കോടതിയുടെ പരാമർശം. ഏത് ചെറിയ കുട്ടിക്കും അറിയാവുന്ന DK ബസു കേസിലെ വിധിന്യായം അറിയാത്തവരാണോ പോലീസുകാർ എന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ അഭിഭാഷകൻ സിദ്ധാർത്ഥ് ദവെയോടുള്ള ജസ്റ്റിസ് ഗവായിയുടെ ചോദ്യം. ഇനി ഒരു വീഡിയോ കാണാം.
കോഴിക്ക് സെക്യൂരിറ്റി കൊടുക്കേണ്ടി വന്ന പഞ്ചാബ് പോലീസാണ് വീഡിയോയിൽ. കോഴിപ്പോര് തടഞ്ഞ് പോലീസ് പിടികൂടിയ കോഴിയാണ് ഇത്. കസ്റ്റഡിയിലിരിക്കുമ്പോൾ സംരക്ഷണ ചുമതല പോലീസിനാണല്ലോ. രാമക്ഷേത്രം ഉദ്ഘാടനം കഴിഞ്ഞു. ഒരു പള്ളി തകർത്തിടത്താണ് ആ ക്ഷേത്രം നിലകൊള്ളുന്നത് എന്നത് ചരിത്ര യാഥാർത്ഥ്യം. അതറിയാഞ്ഞിട്ടായിരിക്കില്ല സാധാരണക്കാരും രാഷ്ട്രീയക്കാരും സാംസ്കാരിക കലാരംഗത്തെ പ്രമുഖരും ഈ രാമക്ഷേത്ര വാഴ്ത്തുപാട്ടിൽ കണ്ണികളാവുന്നത്. ഇതൊരു പുതിയ കാലഘട്ടമാണെന്നും ചരിത്രത്തിലെ നാഴികക്കല്ലാണെന്നുമാണ് ഉദ്ഘാടന പ്രസംഗത്തിൽ മോദി പറഞ്ഞത്. ഒരു വിഭാഗം ആളുകൾക്ക് ഇതൊരു നാഴികക്കല്ലാവാം, പക്ഷേ മറ്റൊരു വിഭാഗത്തിന് അതെന്തായിരിക്കും? അവഹേളനത്തിന്റെ, സങ്കടത്തിന്റെ, അധിനിവേശത്തിന്റെ, അങ്ങനെ എന്തിൻ്റെയൊക്കെയോ പാഠങ്ങളുള്ള പുതിയ കാലഘട്ടമായിരിക്കും അവരെ സംബന്ധിച്ചിടത്തോളം ഇത്. ചടങ്ങിൽ ക്ഷേത്ര നിർമ്മാണത്തിന് സഹായിച്ച കോടതിക്ക് മോദി നന്ദി പറഞ്ഞു. പക്ഷേ 1992 ഡിസംബറിൽ അവിടെ നടന്നതിനെ നിയമലംഘനമായാണ് അതേ വിധിയിൽ കോടതി വിശേഷിപ്പിച്ചത്. ബാബരി മസ്ജിദ് തകർക്കുകയായിരുന്നുവെന്നും കോടതി പറഞ്ഞു. പക്ഷേ വിധി പ്രസ്താവത്തിലെ ആ ഭാഗങ്ങളൊന്നും ആർക്കും വിഷയമായിരുന്നില്ല. ക്ഷേത്രോദ്ഘാടനത്തോടനുബന്ധിച്ച് വിമാനത്തിൽ നിന്നുള്ള പുഷ്പവർഷം മാത്രമല്ല, 6 സംസ്ഥാനങ്ങളിൽ വർഗീയ സംഘർഷങ്ങളും ബുൾഡോസറുകളുടെ ഇരമ്പലുകളും അകമ്പടിയായി ഉണ്ടായിരുന്നു. ബാബരിക്ക് ശേഷവും തർക്കങ്ങൾക്ക് അവസാനമുണ്ടായിട്ടില്ല. കാശിയിലൂടെയും മധുരയിലൂടെയും അതിങ്ങനെ പുതിയ നാഴികക്കല്ലുകൾക്കായുള്ള ഓട്ടത്തിലാണ്. കൺവെട്ടത്ത് കണ്ട അനീതിയെ സൗകര്യപൂർവ്വം മറന്ന് ഭരണകൂടത്തിന്റെ ക്ഷണക്കത്തിന് സ്വന്തം തലച്ചോറിന് അടിയറ വെക്കുന്ന ബുദ്ധിജീവികളെയും കലാകാരന്മാരെയും രാഷ്ട്രീയ നേതാക്കളെയും ലജ്ജയോടെ ഓർത്തുകൊണ്ട് ഇന്നത്തെ ഇന്ത്യ സ്കാൻ പൂർണ്ണമാകുന്നു.